മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് കരുതി അതിൻ്റെ അടുത്തേക്ക് കർത്താവ് വരികയാണ്. ഇലകളല്ലാതെ കർത്താവ് അതിലൊന്നും കാണുന്നില്ല. അത് പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് എടുത്തു പറയുന്നുമുണ്ട്. ശേഷമുള്ള വചനമാണ് വളരെ പ്രധാനപ്പെട്ടത്. അവൻ പറഞ്ഞു, ആരും ഒരിക്കലും ഇനി നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു എന്ന് വചനം പറയുക. സ്നേഹമുള്ളവരെ, ചെവി തുറന്ന് ഈ വചനം കേൾക്കണം. ഇത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ല, സീസൺ അല്ലിത്, ചില കാലമല്ല, ഇതിന് ഒത്ത കാലമല്ല എന്നറിയാം. എങ്കിലും അതിൽ നിന്ന് ഫലം കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. സീസൺ നോക്കി പോക്കേണ്ടവനല്ല ക്രിസ്ത്യാനി. ഒരു ക്രൈസ്തവൻ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമുള്ളപ്പോൾ മാത്രം തൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിൽക്കേണ്ടവനല്ല എന്ന് അത്തിപ്പഴം എന്ന ഈ വൃക്ഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് ക്രൈസ്തവൻ വ്യത്യസ്തനാവേണ്ടത്. നിൻ്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ചൂടുള്ളതാവാം, തണുപ്പുള്ളതാവാം, ചിലപ്പോൾ അത് മഴയുടെ കാലമാവാം, വെയിലിൻ്റെ കാലമാകാം. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പ്രതികൂലങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ, ആ പ്രതികൂലങ്ങളെല്ലാം അതിലംഘിച്ച് അതിൽ വിജയിച്ച് ഫലം നൽകാൻ നീ കെൽപ്പുള്ളവളാകണമെന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കാലം തെറ്റി ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് നിൻ്റെ അടുക്കൽ വരുമ്പോൾ നീ ഫലം നൽകാത്തൊരു വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെക്കുറിച്ചും ഇത് തന്നെ ആവർത്തിക്കില്ലേ? ഇനി ഒരിക്കലും എന്നത്തേക്കുമായി ഇനി നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ എന്ന് കർത്താവ് പറയുന്ന അതികഠിനമായ വചനം ഇനി എൻ്റെ മേൽ വീഴാതിരിക്കാൻ, സ്നേഹമുള്ളവരെ, നമ്മിൽ ഫലങ്ങളുണ്ടോ എന്ന് ശോധന ചെയ്യുന്ന അനുഗ്രഹ ദിനമായി ഇന്നത്തെ ദിനം മാറട്ടെ. ആമേൻ.